ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ തലേ ദിവസം ഒരു കച്ചവടമൊക്കെ ഇട്ടിരുന്നില്ല ഞായറാഴ്ച. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കച്ചവടമൊക്കെ അടിപൊളിയായിട്ട് തന്നെ നടന്നു. അപ്പോൾ ഒരൊറ്റ ദിവസമായിരുന്നു കേട്ടോ ആ കച്ചവടം. അന്നത്തെ ആ ഒരു സ്വാമിമാരും അവിടുത്തെ കെട്ടുന്നറിയൊക്കെ ഉണ്ടാവുകൊണ്ടാണ് തലേ ദിവസം ആ കച്ചവടത്തിന് നിന്നത്. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ നടന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് തികഞ്ഞില്ല എന്ന് പറഞ്ഞില്ല, എല്ലാ സാധനവും കഴിഞ്ഞു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ അല്ല കേട്ടോ, മക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ച് വന്നിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ തലേ ദിവസം തന്നെ നമുക്ക് തുടയ്ക്കാനൊന്നും പറ്റിയിട്ടില്ല, പിന്നെ എല്ലാം ഒന്ന് റെഡിയാക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഒക്കെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ഒന്നാമത് പിറ്റേ ദിവസം മക്കൾക്ക് പരീക്ഷയായിരുന്നു. അപ്പോൾ അവർക്ക് രാവിലെ കുറച്ച് സമയം ഒന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ ഒപ്പം ഇരുന്നു കേട്ടോ. അനുമോക്കും നന്ദുവിനുമാണ് എക്സാം ഉള്ളത്. അപ്പോൾ നന്ദുവിന് കുറച്ച് നേരമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ ഇരിക്കുകൊണ്ട് തന്നെ വീട്ടിലത്തെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ചോറ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ കറി തലേ ദിവസത്തെ കുറച്ച് സാമ്പാറുണ്ട്, അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന സാമ്പാറുണ്ട്. പിന്നെ ഒന്ന് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ തലേ ദിവസം മേശയൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ അങ്ങോട്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ കഴുകിയിട്ട് വേണം അങ്ങോട്ട് എടുത്തേക്കാൻ. അപ്പോൾ ആകെ എന്താ പറയുക, തല കുത്തനെയായി കിടക്കുകയാണ് എല്ലായിടും. അപ്പോൾ രാവിലെ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തേക്ക് കുറച്ച് വേവുള്ള അരി വെക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഒന്നിച്ച് റേഷൻ പീടികത്തെ അരിയാണ് വെച്ചത്. അപ്പോൾ ആ അരി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നന്ദുവിനെ സ്കൂളിൽ കൊണ്ടേക്ക് പോന്നപ്പോൾ ഞാൻ ചിക്കനും വാങ്ങി വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വെള്ളമൊക്കെ പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് സാധനമൊക്കെ വാങ്ങേണ്ടിയിരുന്നു. മല്ലിച്ചപ്പ്, പുതിന, അതുപോലെ നാരങ്ങ, ക്യാപ്സിക്കം, അങ്ങനത്തെ കാര്യമൊക്കെ വാങ്ങേണ്ടിയിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ചായക്ക് നൂൽപുട്ടായിരുന്നു. സച്ചമ്മ ഉണ്ട് എന്ന് പറഞ്ഞില്ല, ഇവിടെ നാത്തൂൻ്റെ കുട്ടിയുണ്ട് കേട്ടോ, ഓൻ പോയിട്ടില്ല. അപ്പോൾ ഓനൊന്ന് നൂൽപുട്ട് ഉണ്ടാക്കിയാൽ മതി അമ്മായി എന്ന് പറഞ്ഞപ്പോൾ നൂൽപുട്ടും വെള്ള കടലയും കൊണ്ട് കറിയും കൂടിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കടലക്കറിയും നൂൽപുട്ടും. ഓന് നല്ലോണം ഇഷ്ടമായിട്ടോ, കുറേ കഴിച്ചിട്ടുണ്ട്. ഓനങ്ങനെ വരുമ്പോൾ നാളെ എന്താ കടി ഉണ്ടാക്കേണ്ടതെന്ന് ഓനോട് ചോദിച്ചാൽ അതേപോലെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഓൻ പറഞ്ഞു തരുന്ന പോലെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് ഞാൻ മല്ലിച്ചപ്പും പുതിനയും ക്യാപ്സിക്കൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് അതൊക്കെ കൂടെ ഇട്ടിട്ടാണ് ചിക്കൻ വെക്കുന്നത്. അപ്പം ഞാൻ അടിച്ച് വാരിയൊക്കെ തുടയ്ക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് വിറക് വെട്ടിയൊടിച്ച് വെക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ മഴ വരുന്നുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, അവിടെ ഇവിടെയൊക്കെ ഓരോ തുള്ളി ഇടുന്നുണ്ട്. അപ്പോൾ വേഗം കുറച്ച് വിറക് എടുത്തേക്കട്ടെ. തലേ ദിവസം കുറേ വിറകാൻ എടുത്തുവെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ അവിടെ ഉണ്ട്, കനമുള്ള കൊള്ളികളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ കുറച്ച് ചുള്ളലും കൂടി എടുത്ത് വെച്ചാലുള്ളൊരു സമാധാനം ഉണ്ടാവും. പുറത്തെ പണികളുണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അകത്ത് നിന്ന് എടുത്താൽ മതിയല്ലോ. ഇനി അഥവാ മഴ പെയ്യുകയാണെങ്കിൽ, മഴ ഇപ്പോൾ 2 ദിവസമായി ഇങ്ങനെ തൂങ്ങി നിൽക്കണമെന്നാൽ പെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ചില സ്ഥലത്തേക്കൊക്കെ നല്ല മഴയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇന്നലെ രാത്രിയും തന്നെ സ്വാമിമാർ പോവാൻ സമയം ഒന്ന് മഴ ഇങ്ങനെ പതുക്കെ ഒന്ന് ചാറിയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പോവാൻ ഇറങ്ങിയതൊരു 12 മണീൻ്റെ ഉള്ളിലാണ്. 12 മണിയൊക്കെ ആവാൻ സമയത്താണ്. അപ്പോഴേക്കും അതിൻ്റെ മുന്നേ ആയിട്ട് കണ്ണൻ്റെ ചായയും കടിയും ഉപ്പിലിട്ടതും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലവൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ പിന്നെ ഉണ്ടാക്കാനൊന്നുമില്ല. നമുക്കും അമ്പലത്തേക്കൊക്കെ പോയി അവിടെ കാണുകയൊക്കെ വേണ്ടേ വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ തന്നെ നിന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ വിറകൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ്. വിറകൊക്കെ എടുത്ത് വെച്ചാലുള്ളൊരു സമാധാനം ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരമൊക്കെ എടുക്കുന്ന ഒരു പണിയാണിത്. ചില ദിവസം ഒന്നിച്ചോട് കൊണ്ടേക്കും കേട്ടോ, കുറേ ദിവസത്തേക്ക് കുറേയാണ്ട് കൊണ്ടേക്കും. അപ്പോൾ ഇപ്പോൾ ഏതായാലും അങ്ങനെ അങ്ങോട്ട് തോനെ കൊണ്ടുവന്ന് വെക്കലില്ല കുറച്ച് ദിവസമായിട്ട്. ഇപ്പോൾ എപ്പോഴൊന്നും മഴ ഇല്ലല്ലോ, മഴക്കാലമായിട്ടുണ്ടെങ്കിലാണ് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഏതായാലും വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴേക്കും വെള്ളമൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ അരി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വേവുള്ള അരി ഈ ഒരു സമയത്ത്, ഇപ്പോൾ സമയം ഒരു 11 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ വൈകുന്നേരം ഒരു 6 മണിക്കൊക്കെ വാർത്തച്ചാൽ മതി. എന്നാൽ തന്നെ അത് വേറൊന്നുമില്ല കേട്ടോ. ഈ ഒരു അരിക്ക് വേറുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് രാവിലെ വെക്കാൻ കുറച്ച് പണി തന്നെയാണ്. എന്താ വെച്ചാൽ 10 മണിക്ക് ആർക്കെങ്കിലും കഞ്ഞിയൊക്കെ കുടിക്കണം എന്ന് വിചാരിച്ചാൽ ഈ ഒരു ചോറ് വെന്ത് കിട്ടൂല കേട്ടോ. എത്ര വേവിച്ചാലും അത് വെന്തോന്ന് കരുതി നമ്മൾ വാങ്ങി വെച്ചാൽ അതിനൊരു ബലം കാണാം. അപ്പോൾ പിന്നെ ഏട്ടനത് വലിയൊരു ഇഷ്ടമല്ല. അപ്പോൾ അമ്മയ്ക്കും തന്നെ ഇപ്പം അങ്ങനെ അങ്ങോട്ട് വേവാത്തത് തിന്നാനും വയ്യ കേട്ടോ. അപ്പോൾ ഏതായാലും അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ ഈ ഒരു ചിക്കനൊന്ന് ഉപ്പും മുളകൊക്കെ ഒന്ന് ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏതായാലും വെക്കണില്ല, തുടക്കലും അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുള്ളത് വെക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു ചെറിയ നാരങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ആ നാരങ്ങേൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിരുമ്പി വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കാട്ടിയിട്ട് ഒന്ന് വറുത്തിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വിചാരിക്കുന്ന രീതിയിൽ വെക്കാൻ വറുത്തിട്ടൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വരട്ടിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ അങ്ങനെയൊന്നും വെക്കണില്ല, ഇത് വേറെ രീതിക്ക് അങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ നാരങ്ങ ഏതായാലും ഇതൊക്കെയാണ് പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ ഇല്ലെങ്കിൽ പിന്നെ സുർക്ക് ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം അവിടെ വെക്കുകയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അത്രയും പണികളൊക്കെ ഉണ്ട് അകത്ത് കൂടെ.
പിന്നെ ഞാനിതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ മനസ്സൊഴിഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കുറേ വാരിട്ട് കൊടുത്താണ്ട് നന്നായിട്ടൊന്ന് തിരുമ്പി പിടിപ്പിച്ചിട്ട് അതവിടെ വെച്ചു കേട്ടോ. അപ്പോൾ ഇനി ചോറ് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം റൈസ് കുക്കറിലേക്ക് വെക്കാൻ. അപ്പോഴേക്കും ഇതിൻ്റെ അടിക്കലും തുടക്കലൊക്കെ ഒന്ന് കഴിക്കും വേണം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് തട്ടിക്കൊട്ടാനാണ് മെയിനായിട്ടുള്ളത്. എന്താ വെച്ചാൽ കിടക്കയും വിരിയും വിരിപ്പും പുതപ്പും ഒക്കെ അങ്ങനെ കിടക്കുകയാണ്. മറ്റേ രാവിലെ ഞാൻ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ മടക്കി വയ്ക്കാനും കറി ഉണ്ടാക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കലുണ്ട്. അപ്പോൾ ഇന്ന് ചിക്കൻ വാങ്ങാൻ കാരണം നമ്മളെ സച്ചു ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ സച്ചു ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ വാങ്ങിയതാണ്. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ല, ചിക്കൻ മാത്രം വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ചോറുണ്ട്, പിന്നെ പറഞ്ഞില്ലേ തലേദിവസം അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു സാമ്പാറുണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ ചിക്കൻ ആയാൽ മതി കേട്ടോ, വേറെ ഒന്നും വേണമെന്നില്ല മക്കൾക്ക്. അപ്പോൾ ഏതായാലും നന്ദും അനുമോളും ഉച്ചയ്ക്ക് വരും കേട്ടോ. കണ്ണൻ വൈകുന്നേരം വരുള്ളൂ, നന്ദുവിനും അനുമോൾക്ക് ഉച്ച വരെയുള്ളൂ. അപ്പോൾ ഒരു തലയ്ക്കുന്നതാ അടുക്കലും പെറുക്കലും ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഒരിടത്ത പൗഡർ, ചെറുപ്പുമത്ത മുടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദുവിൻ്റെ കുറ്റിയാണ് ആ നീല കളറ്. അപ്പോൾ തലേ ദിവസം ചില്ലറല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ നമ്മൾ കച്ചവടം നടത്തുമ്പോൾ കുറച്ച് ചില്ലറ നമ്മളെ കയ്യിൽ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കുറ്റിയൊന്ന് എടുത്തു നോക്കിയതായിരുന്നു പൊട്ടിക്കണോ വിചാരിച്ചിട്ട്. പിന്നെ ഏതായാലും അനുമോളെടുത്തുണ്ടായിരുന്നു കേട്ടോ. കുറച്ചോളം കുറ്റി അങ്ങോട്ട് മുറിച്ചു, അങ്ങനെ ചില്ലറയൊക്കെ കിട്ടി. അപ്പോൾ അതാ ഈ ഒരു പണികളൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ശരിക്കും ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. പക്ഷേങ്കിൽ രാവിലെ മക്കൾക്ക് രണ്ടക്ഷരം പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. തലേ ദിവസം കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കിടന്നപ്പോഴേക്കൊക്കെ 1 മണിയാവാനായിട്ടുണ്ട് കേട്ടോ. അത്രയും സമയമായിട്ടാണ് കിടന്നത്. അപ്പോൾ അന്ന് രാത്രി പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നന്ദുവിനൊക്കെ ഇരുത്തി പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. പിന്നെ അനുമോക്കും തന്നെ പഠിക്കുക പറഞ്ഞു ഒന്ന് ഒപ്പിരിക്കണം കേട്ടോ. ചോദ്യം ചോദിക്കാനൊക്കെ ഒപ്പിരിക്കണം, അല്ലാതെ ഒറ്റയ്ക്ക് ആയിട്ടില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള തിരക്കുകളായിരുന്നു രാവിലെ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ. എന്താ വെച്ചാൽ തലേ ദിവസം കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ തലേ ദിവസം അതിനൊന്നും ഇരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ വേഗം ചായയും കടിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഓരൊപ്പണ്ടി ഇരുന്നു കേട്ടോ. പിന്നെ ഓര് പോയി കഴിഞ്ഞ് ഓരോ കൊണ്ടേക്കൊക്കെ വന്ന് ഇന്നിട്ടൊക്കെയാണ് ഇപ്പം ഇതിനൊക്കെ തിരിയണത്. ഇപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ കൊണ്ടേക്ക് വന്നിട്ടാ ചായയും കൂടിയും കുടിച്ചു കേട്ടോ. അതിനും കൂടി നിന്നിട്ടില്ല. അപ്പോൾ ഇതാ കുറേ തിരുമ്പാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മുക്കിലും മൂലയിലൊക്കെ വൈകുന്നേരം വന്നിട്ട് അഴിച്ചിട്ടതാണ്. അപ്പം അച്ഛൻ്റെ മുണ്ടുണ്ട്, തലേ ദിവസം അച്ഛയ്ക്ക് ഒരു കുടിരിക്കലുണ്ടായിരുന്നു, അതിനൊക്കെ പോയി വന്നിട്ട് അഴിച്ചിട്ടതാണ് കേട്ടോ. പിന്നെ കണ്ണൻ്റെ ഡ്രസ്സുകളാണ് കിടക്കണത്. അപ്പോൾ ശരിക്കാണെങ്കിൽ ഇതൊക്കെ തട്ടിക്കൊട്ടി വിരിക്കും, പുതപ്പൊക്കെ മടക്കിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. ഞാൻ മോളോടും തന്നെ ഓളും ചെയ്യലുണ്ട്. ഓളോട് പിന്നെ കുറച്ചൊക്കെ നമ്മൾ പറയണം. കണ്ണൻ അങ്ങനെയല്ല, ഓൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കലുണ്ട്. പക്ഷേങ്കിൽ ഇന്നത്തെ ദിവസം ഒരു അതിനൊന്നും പറ്റിയിട്ടില്ല. കണ്ണന് പരീക്ഷയൊന്നുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഓലപ്പം അങ്ങനെ എന്താ പറയുക, ഒരു പഠിക്കണമെന്ന് നോക്കി അവിടെ എന്തെങ്കിലുമൊക്കെ പിത്തനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്ന് ഓനങ്ങനെ നേരം പോയിട്ടോ. അപ്പം ഞാനും തന്നെ നിർബന്ധിച്ച് പറഞ്ഞൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടൊക്കെ ശരിയാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒരു ദിവസം തുടച്ചിട്ടില്ലെങ്കിൽ തന്നെ എത്രയോ ദിവസം തുടയ്ക്കാത്ത പോലെയാണ് കേട്ടോ. അപ്പോൾ തുടയ്ക്കുന്നതിന് മുന്നേ ആകെ കൂടെ ഒക്കെ ഒന്ന് വിരിക്കാനുള്ളത് വിരിച്ച് മാറ്റാനുള്ളതൊക്കെ മാറ്റി തിരുമ്പാനുള്ളതൊക്കെ വേർതിരിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലുള്ളൂ പിന്നെ അടിച്ചു വാരിയിട്ട് കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അടിച്ചു വാരുമ്പോഴും തന്നെ ജനലിൻ്റെ അവിടെ അതുപോലെ വാതിലിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെയുള്ള ശ്രദ്ധയൊക്കെ വേണം കേട്ടോ. അവിടെയൊക്കെ നമ്മൾ മാറാലകൾ ഉണ്ടാവും. അപ്പോൾ എത്ര തട്ടിയാലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയിട്ടാണ് അടിച്ചു വാരുള്ളൂ. ഒരു ദിവസമെങ്കിലും തട്ടിയടിക്കാതെ അങ്ങനെ അടിച്ചു വാറില്ല കേട്ടോ. മേലെ നല്ലോണം ഉണ്ടാവും, പക്ഷേങ്കിൽ അത് പിന്നെ കുറേ ദിവസം കൂടുമ്പോഴേ ചെയ്യുള്ളൂ. ജനൽമ കൂടെയൊക്കെ ഉള്ളത് ദിവസം ഒന്ന് തട്ടിക്കളയും. പക്ഷെ ഇന്ന് തട്ടിയ നാളെ തന്നെ വീണ്ടും അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മളെ സമാധാനത്തിന് വേണ്ടി ചെയ്യാൻ തന്നെ ഉള്ളൂ. അപ്പോൾ സച്ച് ഇവിടെ ഉണ്ട് പറഞ്ഞല്ലോ, ഒരു ചെറുതായിട്ടൊന്ന് പനിക്കുന്നുണ്ട്. അപ്പം അമ്മ ഒരു പനി ഗുളികയൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കുടിച്ചിവിടെ ഇരിക്കും കിടക്കൊക്കെയാണ്. പക്ഷെ കണ്ണ് മൊബൈലിലാണ് കേട്ടോ. അപ്പോൾ അതാ തിരുമ്പാനുള്ളതൊക്കെ ഞാൻ ബക്കറ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് മെഷീനിലിടാനുള്ളത് മെഷീനിലിടും, കല്ലും അലക്കാനുള്ളത് കല്ലും അലക്കൂട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ മുളകും മഞ്ഞളും ഉപ്പൊക്കെ തിരുമ്പി വെച്ചത് കേട്ടോ. വെറുതെ എങ്ങനെ ഇരിക്കുമ്പോഴേ അത് കേടാവൊന്നും വേണ്ട, കേടാവൊന്നുമില്ല, ഫ്രിഡ്ജിക്ക് വെച്ചാൽ മതി. പക്ഷേ ടേസ്റ്റ് കൂടും കേട്ടോ അങ്ങനെ തിരുമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അടിച്ചു വാരുക പറഞ്ഞത് വലിയൊരു പണി തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ എല്ലായിടും ഒന്ന് തട്ടിക്കൂട്ടി അടിച്ചു വാരി വരുമ്പോഴത്തേനും ഒരു സമയമാവും. നേരെ മറിച്ചൊക്കെ അടുക്കി പെറുക്കി വെക്കാക്കി അത്ര സമയമായിട്ട് തോന്നലില്ല. ഒന്നാമത് ഇന്ത്യ അനുമോളെ മുടിയാളാവും കേട്ടോ, ഇഷ്ടം പോലെ അകത്ത് കൂടെ ഞങ്ങളെ റൂമിൽ പ്രത്യേകിച്ചും കൂടുതലായിട്ടും ഉണ്ടാവും. അപ്പോൾ ഏതായാലും അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ടും കൂടിയാണ് ലാസ്റ്റ് തുടച്ചിറങ്ങുക കേട്ടോ. പിന്നെ അവിടെ ആ ഒരു 2 സൈഡും ഒന്ന് കഴുകും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു തുടപ്പ് നല്ലോണം തിരുമ്പി വെക്കണം കേട്ടോ. ഈ ഒരു മഞ്ഞ കളറാവുകൊണ്ട് വേഗം ചളി പിടിച്ചാൽ അറിയും. അപ്പോൾ ഇങ്ങനത്തെ കളറാണ് കിട്ടിയത്. ഒരു കട്ടനീലിയോ കറുപ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അറിയൂലായിരുന്നു. എന്തായാലും അത് നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കും, എന്നാലുള്ളൂ അത് കാണാനൊരു വൃത്തി ഉണ്ടാകുള്ളൂ. ഇല്ലെങ്കിൽ വേഗം അത് കറുപ്പ് പിടിച്ച പോലെയാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം 2-3 പ്രാവശ്യം ഞാൻ സോപ്പൊക്കെ തേച്ച് തിരുമ്പി പിന്നെ വേഗം അകത്തേക്ക് കയറിയതാണ് കേട്ടോ. സമയം ഇപ്പോൾ 12 മണി
ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കനും കൂടി അടുപ്പത്ത് വെക്കണം. അപ്പോൾ ചിക്കനിക്കുള്ള സാധനങ്ങളൊക്കെ നന്നാക്കി എടുക്കണം. അപ്പോൾ അത് നന്നാക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയിലാണ് വെക്കുന്നത്. ചെറിയ ഉള്ളി വലിയ ഉള്ളി എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ ചെറിയ ഉള്ളിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരെ അല്ലെങ്കിലും കുറച്ച് ചെറിയ ഉള്ളി എടുത്തത്. കുറച്ച് സവോള എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി കിട്ടുമ്പോൾ തന്നെ ഒരു സമയമാവും കേട്ടോ. എന്നാലും വേഗം ഇങ്ങോട്ട് നന്നാക്കി ഒരു 12:30 ആകുമ്പോഴേക്കെങ്കിലും ഇത് അടുപ്പത്ത് കയറ്റണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് നേരം വഴുകണ ദിവസം എന്തെങ്കിലും ഒരു ധൃതി മറ്റവർക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം തന്നെയായിരുന്നു എനിക്കിന്ന്. അപ്പോൾ അമ്മ അവിടെ അപ്പുറത്തെ വീട്ടിലത്തെ അമ്മ വന്നിട്ടുണ്ട് വർത്താനത്തിന്. അപ്പോൾ അമ്മ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പം അമ്മ പറയണ്ടായി അണക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നൂടെയില്ല എന്നപ്പോൾ ഞാൻ തോല് വിളിച്ചിരുന്നല്ലോ, അവിടെ വെറുതെ കുത്തിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ അടുക്കളയ്ക്ക് വന്ന് നോക്കിയിരുന്നില്ല. അപ്പോൾ ഏതായാലും അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ നന്നാക്കി വെച്ചിട്ടോ. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എല്ലാ സംഭവങ്ങളും പൊടികളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സമയമായിട്ട് അപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നാളികേരക്കൊത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ തേങ്ങാപ്പാലൊന്നും ഒഴിക്കണില്ല. അപ്പോൾ ഇങ്ങനെ ചിക്കൻ വരട്ടണേൽ നാളികേരക്കൊത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലോ. പിന്നെ അതാ 2 വലിയ സവോള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാവും ചിക്കൻ വരട്ടലൊക്കെ ഉള്ളത്. പല രീതിക്കും ചെയ്യുമല്ലോ അല്ലേ. എപ്പോഴും ഒരേ ടേസ്റ്റ് തന്നെയാവില്ലല്ലോ, പല രീതിക്കും ചെയ്യും. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഒരു ഇതിലാണ് ഞാൻ വെച്ചത് കേട്ടോ. ഈ ഒരു രീതിക്കാണ് വെച്ചത്. അപ്പോൾ ഒന്ന് കണ്ടുകൊണ്ടു. പിന്നെ അതാ ചെറിയ ഉള്ളി ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഇനി പരിഞ്ഞ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇനിയിപ്പോൾ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് ചതച്ചു. ഇനിയിപ്പോൾ അങ്ങനെ വേണമെങ്കിൽ മുഴുവനായിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാലും നല്ലോണം വെന്തലിയൊക്കെ ചെയ്യും, ഇറച്ചിയിൽ യോജിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ജീരകം അത് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഇതാക്കണ പൊടികൾ ചിക്കൻ മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വേഗം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ട് വേണം തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ തക്കാളിയും അതുപോലെ ക്യാപ്സിക്കവും മല്ലിച്ചപ്പും പുതിനയിലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ഇത് ശരിക്കും നമ്മൾ കടായി ചിക്കനൊക്കെ ഉണ്ടാക്കൂല്ലോ, ശരിക്കും കടായി പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുക. അതിൻ്റെ ഒരു ടേസ്റ്റ് വരും കേട്ടോ ഈ ഒരു ചിക്കൻ കറിക്ക്. അപ്പോൾ അതാ ക്യാപ്സിക്കവും തക്കാളി മല്ലിച്ചപ്പും പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളീൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ക്യാപ്സിക്കം ആ ഒരു സമയത്ത് വാട്ടിയെടുക്കട്ടോ. ഞാൻ ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സച്ചു അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ, അരവിൻ്റെ മണം കേട്ടിട്ടേക്ക് നൂൽപുട്ടും ചിക്കൻ കറിയും തിന്നണം മയ്യേ വേഗം വെക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്താൽ തന്നെ അതിന് പ്രത്യേക ഒരു സ്മെല്ലാവുമല്ലോ അല്ലേ. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ നമ്മൾ മസാലയൊക്കെ തിരുമ്പി വെച്ചിരുന്നില്ലേ, ആ ഒരു ചിക്കതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മസാലയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, അതുപോലെ നാരങ്ങ നീര് ഇതൊക്കെയല്ലേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ മസാലയ്ക്കും കൂടി ഉള്ളത് വേണ്ടേ. അപ്പോൾ നേരത്തെ ചേർത്തത് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഉണ്ട് ചിക്കൻ വാങ്ങുമ്പോൾ കറിയാണ് വെക്കലുള്ളത് കേട്ടോ. എന്താ വെച്ചാൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതിക്ക് പൂളയോ പൊറാട്ടയോ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കറിയാക്കി വെക്കും. വരട്ടി വെക്കൽ കുറവാണ് കേട്ടോ. ഒന്ന് വരട്ടിയതിനാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഇവിടെ ഏട്ടന് എപ്പോഴും കറി കൊടുക്കനെയാണ് കേട്ടോ എപ്പോഴും ഇഷ്ടം. കറി നല്ലോണം ഉണ്ടായിട്ട് അങ്ങനെ ചിക്കൻ വെക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അച്ചയ്ക്കൊക്കെ ആണെങ്കിൽ വരട്ടി വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഏതായാലും ഞാനിതിലൊരു തുള്ളി വെള്ളവും ഒഴിക്കാതെയാണ് വെക്കുന്നത് കേട്ടോ. ഈ ഒരു ചിക്കനിൽ പിന്നെ കുറച്ച് സമയം ഒന്ന് കത്തിക്കുമ്പോൾ തന്നെ നിറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ കറി ആക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഏതായാലും ഒക്കെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ അതാ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചിക്കൻ വെക്കുമ്പോൾ ഏട്ടന് നല്ലോണം വേവണം കേട്ടോ. എല്ലുമെന്നൊക്കെ നല്ലോണം ഊരി പോരണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ അമ്മയ്ക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ എങ്കിൽ ഏട്ടൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ നല്ലോണം വേവിച്ച് തന്നെയാണ് വെക്കലുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഇന്ന് നമ്മൾ കുറച്ച് സാവകാശമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ധൃതി ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ പെങ്ങളെ ഭർത്താവ് ആശുപത്രിയിലാണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു കേട്ടോ. നെഞ്ചുവേദന ഉണ്ടായിട്ട് മഞ്ചേരി ഹോസ്പിറ്റലിലാണ്, അപ്പോൾ അഡ്മിറ്റ് ആക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വേഗം ചോറിനുണ്ട്. അപ്പോൾ ഒരിത്തിരി സാമ്പാർ എടുത്ത് വേഗം ചൂടാക്കി ചിക്കനൊക്കെ അടുപ്പത്ത് തന്നെ എടുത്തുകൊണ്ട് ചൂടാറ്റിയാണ്ട് അങ്ങനെ കൊടുത്തുട്ടോ. അങ്ങനെ അച്ഛയ്ക്ക് ചോറ് കൊടുത്തു. അപ്പോൾ ഏട്ടനും തന്നെ ഇന്ന് വേഗം വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഭയങ്കര വിശപ്പുണ്ട് പറഞ്ഞിട്ട് നാർത്തങ്ങോട്ട് വന്നു. അപ്പോൾ അങ്ങനെയുള്ള ദിവസം ഞാൻ പ്രതീക്ഷിക്കലുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും നേരം വൈകിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിലും വലുത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം ഒരുക്കി വെക്കുന്ന ദിവസം അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് ഞാൻ അതിലേക്ക് കുറച്ചുകൂടിയും ചിക്കൻ മസാലയും കുറച്ചുകൂടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി.
അപ്പോൾ ഇന്നത്തെ ചിക്കൻ വരട്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തവരുണ്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലിടയ്ക്ക് നാളികേരക്കൊത്തൊക്കെ കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നാളികേരക്കൊത്ത് ഇടുമ്പോൾ കുറച്ച് വലുതാക്കി ഇടുന്നതാവും നല്ലത്. അങ്ങനെ തിന്നുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തു. ചോറ് കൊടുക്കുന്ന വീഡിയോയും ചോറ് തിന്നണ വീഡിയോ ഒന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ആ ഒരു സമയത്ത് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ ചോറിനലൊക്കെ കഴിഞ്ഞ് ഒരു 3:30 ബസ്സിന് സച്ചമ്മൻ പോയി കേട്ടോ. ഓൻ എന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ തിരിച്ചു പോയി. അതൊക്കെ കഴിഞ്ഞ് ഒരു 4:30 ആകുമ്പോഴാണ് ഞാൻ ഈ ഒരു പഴംപൊരി ഉണ്ടാക്കാൻ നിന്നത്. എന്താ വെച്ചാൽ തലേ ദിവസത്തെ കുറച്ച് മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അതിൽ കൂടെ കുറച്ചും കൂടി മാവാക്കിയിട്ട് വേഗം പഴംപൊരി ഉണ്ടാക്കുകയാണ്. തലേ ദിവസം കണ്ണനും അനുമോക്കൊന്നും കാര്യമായിട്ട് പഴംപൊരി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുകൊണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനത് മാവ് കൂട്ടിയൊക്കെ മറന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം മാവ് കൂട്ടി അതിൽ ഇത്തിരി ചോറും കൂടി അരച്ചാണ് ചേർത്തിട്ടോ. ചോറും കൂടി അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ വേഗം പൊങ്ങി കിട്ടും. അപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ മക്കൾക്ക് ചായയൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പഴംപൊരിയുടെ റെസിപ്പി എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ, ഒന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ടു നോക്കുന്നുണ്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്